ഹായ് ഫ്രണ്ട്സ്, ഒരു പത്രവാർത്ത വായിച്ച് നമുക്ക് തുടങ്ങാം. ലഹരി മരുന്ന് ക്രിപ്റ്റോ കറൻസി ഇടപാട് നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മാഫിയ സംഘം കൊച്ചിയിൽ വലയിലായി. നാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB ആണ് ഡാർക്ക്നെറ്റിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന കെറ്റമലോൺ എന്ന മയക്കുമരുന്ന് ശൃംഖലയെ പിടികൂടിയത്. ഓപ്പറേഷൻ മെലൻ എന്ന പേരിൽ ഈ NCB നടത്തിയ ഒരു റെയ്ഡ്. അതിന് കാരണം കൊച്ചിയിലേക്ക് ഒരു 3 തപാലുകൾ വന്നു. അതിൽ കഴിഞ്ഞ മാസം 28-ന് 280 LSD സ്റ്റാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ആ തപാല് ആരുടെ പേരിലാണ് വന്നത് എന്നുള്ളത് വ്യക്തമല്ലെങ്കിലും ചെറിയ സംശയത്തിൻ്റെ പേരിൽ ആ ആളുടെ വീടും പരിസരവും ഒക്കെ റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് 14 മാസത്തിനിടെ 600 ഷിപ്പിങ്ങുകൾ അങ്ങോട്ട് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. മാത്രവുമല്ല 1127 LSD സ്റ്റാമ്പുകളും 131.66 കിലോഗ്രാം കെറ്റാമിൻ, 70 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയൊക്കെ കണ്ടെത്തി. ചെറുതൊന്നുമല്ല, വലിയ സംഖ്യകളാണ്, വലിയ കിലോ കണക്കുകളാണ്. ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ, കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം കണ്ടെത്തിയതാണ്. ഇനി കണ്ടെത്താത്തതും മറ്റു പ്രദേശങ്ങളിൽ കണ്ടെത്തിയതും കണക്ക് വേറെ. USA, നെതർലാൻഡ്, പോളണ്ട് എന്നീ പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ പല ഏരിയകളിൽ കേരളത്തിലേക്ക് പോലും സാധനങ്ങൾ എത്തുന്നുണ്ട്. നമ്മൾ വിമാനമാർഗത്തിലൂടെയും അതുപോലെ തന്നെ ബസ് മാർഗത്തിലൂടെയും അതുപോലെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ച് അവരെ പിടിക്കാൻ വേണ്ടി നാട്ടുകാരും പോലീസുകാരും സജ്ജമാകുമ്പോൾ അതിനപ്പുറത്ത് അവർ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തനം സജ്ജമാക്കി ജാഗ്രതയോടെ നീങ്ങുന്നുണ്ട് എന്ന് ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കണം. തീർച്ചയായും ഇതിനെതിരെ പോരാടേണ്ടത് ഓരോ രക്ഷിതാവും ഓരോ മക്കളുമാണ്. നമ്മുടെ മക്കൾ സേഫാണെന്ന് ഉറപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന് ഏറ്റവും വേണ്ടത് നമ്മൾ അവരുടെ പിന്നാലെ നടക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. പ്രത്യേകിച്ച് ഈ ഡാർക്ക്നെറ്റ്. എന്താണ് ഡാർക്ക്നെറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ മക്കളൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അതീവ തൽപരരാണ്, നല്ല കഴിവുള്ളവരുമാണ്. നമ്മുടെ സാധാരണ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതീവ രഹസ്യമായി അതിനിഗൂഢമായ ഇൻ്റർനെറ്റിൻ്റെ ഒരു പാളിയാണ് ഡാർക്ക്നെറ്റ്. അത് രാജ്യങ്ങളിലെ ഇൻഫർമേഷൻസ്, രാജ്യതലവന്മാരുടെ ആശയവിനിമയങ്ങളൊക്കെ പുറം ലോകത്ത് എത്താതിരിക്കാൻ വേണ്ടി, രഹസ്യമായി സൂക്ഷിക്കാൻ വേണ്ടി പല രാജ്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു കെയറിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഇന്ന് അത് അധോലോക ലഹരി മരുന്നിൻ്റെയും അതുപോലെ അക്രമങ്ങളുടെയും ഗുണ്ടായിസത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ലോകമാണ്. ഏതായാലും പുറം ലോകത്ത് നിന്ന് കണ്ടുപിടിക്കാനാവാത്ത രീതിയിൽ ലഹരി മാഫിയകൾ അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആത്മീയ ബോധനം നൽകി സ്വർഗവും നരകവും അള്ളാഹുവും അള്ളാഹുവിനുള്ള പ്രതീക്ഷയും അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഇഷ്ഖും മഹബത്തുമൊക്കെ അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നന്മയുടെ പാതയിലായി അവരെ വളർത്തിയാൽ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നമ്മുടെ കൈകളിലേക്ക് കിട്ടിയത് അവർ നിഷ്കളങ്കരായിട്ടാണ്, നല്ല മക്കളായിട്ടാണ്. അവരുടെ കയ്യിൽ ഒരു തെറ്റുമില്ലായിരുന്നു. അവർ എന്താവണമെന്ന് നമ്മുടെ ഇഷ്ടം പോലെ, ചോയ്സ് പോലെ നമുക്ക് എങ്ങോട്ടും വളച്ചെടുക്കാൻ, തിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ഒരു കളിമണ്ണ് പോലെ
കൊശവൻ്റെ കയ്യിൽ കിട്ടിയ കളിമണ്ണ് പോലെ നമ്മുടെ കയ്യിൽ സുരക്ഷിതമായി കിട്ടിയതാണ് നമ്മുടെ മക്കളെ. അവരെ എന്താക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടെ അവരുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ആത്മീയ വിദ്യാഭ്യാസങ്ങൾ നൽകിക്കൊണ്ട്, ആത്മീയമായ ചിന്തകൾ നൽകിക്കൊണ്ട്, അതിനെല്ലാം പുറമെ അവരുടെ മുന്നിൽ ഏറ്റവും നല്ല ഒരു റോൾ മോഡലായി അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി, വെറും ഒരു അഭിനയം മാത്രമല്ല, നന്നായി സ്നേഹിക്കുകയും ആ സ്നേഹം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് രക്ഷിതാക്കൾ ഓരോരുത്തരും നല്ല രീതിയിൽ നല്ല രക്ഷിതാവാകാൻ വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ മക്കളെ നല്ല സേഫായി വളർത്താൻ നമുക്ക് കഴിയും. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.